ഹലോ, നമ്മുടെ ടൂർ ആരംഭിക്കുകയാണ്. നമ്മളിപ്പോ ഇവിടുന്ന് ആദ്യം ബിർള മന്ദിർ, പിന്നെ ഇന്ത്യ ഗേറ്റ്, പിന്നെ റെഡ് ഫോർട്ട്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കണ്ട് കറങ്ങി വരാം. ഇതാണ് നമ്മുടെ കൂടെയുള്ള കുട്ടികള്. എല്ലാവരും ഹായ് പറഞ്ഞേ. അപ്പൊ നമ്മളെല്ലാം പോയിട്ട് വരാം. ബൈ. ഹലോ, എന്റെ ഈ പുറകിലായി കാണുന്നതാണ് ലക്ഷ്മി നാരായണ ടെമ്പിൾ. ബിർള ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നു. ഇവിടുത്തെ മൂർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയും നാരായണനും. അപ്പൊ ലക്ഷ്മി നാരായണൻ ടെമ്പിൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് ഡൽഹിയിലെ ഒരു മെയിൻ അട്രാക്ഷനിൽ ഒന്നാണ്. പക്ഷെ ഇതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ കയറ്റാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലക്ഷ്മി നാരായണ ടെമ്പിളിൻ്റെ പുറം വശം. പിന്നെ ഇത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഗാന്ധിജിയാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് ഇവിടുന്ന് ഒരു ഹിന്ദിക്കാരൻ പറഞ്ഞതാണ് 1930-കളിലാണ് ഇതിൻ്റെ നിർമ്മാണം ബിർള രാജാവ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ അപ്പം ഇതാണ് ബിർള ടെമ്പിൾ. ഇനി ഇതിൻ്റെ പുറകുവശം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഏതൊരു ഹിന്ദു അമ്പലങ്ങളുടെ പോലെയും നല്ല തിരക്കുണ്ട്. ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഫോറിനേഴ്സ് വരുന്നുണ്ട്. ഈ ടൈം ഇങ്ങനത്തെയാണല്ലോ, അറിയാലോ, തണുപ്പ് കാലമാണ്. ഈ സീസണിലാണ്, ഡിസംബറിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എക്സാക്ട് ക്രിസ്മസിൻ്റെ അന്ന് 24. ഇതാണ് നമ്മുടെ ബിർള ടെമ്പിൾ. അന്ന് കാലത്തത് വലിയൊരു ടെമ്പിളാണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി വന്നിട്ടാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എല്ലാ മൂർത്തികളും ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ഇന്നത്തെ വിശേഷങ്ങളിലൊന്ന് ബിർള മന്ദിർ. ഇനി അടുത്ത് എവിടേക്കാണെന്നുള്ളത് നമ്മുടെ ഗൈഡ് പറയും. അപ്പോൾ അതോടെ പോയി വന്നിട്ട് ഞാൻ ഇന്നത് എല്ലാം കൂടി ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബിർള മന്ദിർ കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലം എത്തിയിട്ട് അടുത്ത എൻ്റെ വീഡിയോ കൂടി കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ കൂടെ വന്നിട്ടുള്ള കുട്ടികളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ മലയാളികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അതുപോലെ ഹിന്ദിക്കാർ, അങ്ങനെ എല്ലാം കൂടി കുറേ ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു വലിയ ബസ്സിലാണ് നമ്മുടെ പാക്കേജ് വന്നിരിക്കുന്നത്. 250 രൂപയാണ് ഒരാൾക്ക് ഒരു ദിവസം മൊത്തം ഡൽഹി ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തതിൽ കാണാം, അടുത്ത ഡെസ്റ്റിനേഷനിൽ കാണാം. ഇപ്പൊ ഈ കാണുന്നതാണ് 11 സ്റ്റാച്ചു എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജി പോയിട്ടുള്ള ആ മാർച്ചിന്റെ സിമ്പിളാണ് കാണിക്കുന്നത്. നമ്മുടെ നോട്ടുകളിലും മറ്റും നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ഒരു ഇതാണ് കാണിച്ചു തരുന്നത്. കാണാൻ പോകുന്നത് രാഷ്ട്രപതി ഭവനാണ്. ഇവിടെ രാഷ്ട്രപതി ഉണ്ടോന്ന് അറിയാനായിട്ട് നമ്മുടെ അതിന്റെ മുകളിൽ കാണുന്ന ആ കൊടി പൊക്കി വെച്ചിരിക്കുന്നതാണ് ഹിന്ദിക്കാരൻ പറയുന്നത്, നമ്മുടെ ടൂറിസ്റ്റ് പറയുന്നത്. ഇതാണ് രാഷ്ട്രപതി ഭവൻ. 300 സംതിങ് റൂമുകൾ അതിനകത്ത് ഉണ്ടെന്ന്. ഇതിന്റെ ഉള്ളിൽ പോയിട്ട് പെർമിഷൻ ആവശ്യമാണ്. നമുക്കിപ്പോ തൃശ്ശൂർകാർക്ക് ഇപ്പൊ സുരേഷ് ഗോപിയുടെ പെർമിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റും. अराउंड द वर्ल्ड में केवल 2 लोग हैं जो यहाँ पे विदाउट परमिशन के जा सकते हैं. नंबर 1 एमपी लोग, नंबर 2 टेररिस्ट. നമ്മുടെ മറ്റേ ഇതാണ് DRDO ഭവൻ. നമ്മുടെ आपके लेफ्ट में DRDO भवन, डिफेंस रिसर्च डेवलपमेंट ऑफिस, റിസർച്ച് ഡെവലപ്മെന്റ് ഓഫീസർ. വേണ്ട വിമാനങ്ങളൊക്കെ आगे जाने के बाद अभी आपके लेफ्ट साइड में आ रहा है हमारे देश के प्राइम मिनिस्टर नरेंद्र मोदी जी का हेड ऑफिस. कमिंग ऑन योर लेफ्ट. ഇനി ഇടതുവശത്തായിട്ട് നമ്മുടെ മോദിജിയുടെ ഹെഡ് ഓഫീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ടീക്കെ നമ്മള് ആരെങ്കിലും ഒക്കെ ഇതില് പ്രൈം മിനിസ്റ്റർ ആവാണെങ്കിൽ ഇവിടെ ഒന്ന് താമസിക്കാനുള്ളതാണ് ആള് പറഞ്ഞത്. മോദിയുടെ ഓഫീസ്. हम लोग अभी एंट्री कर रहे हैं दिल्ली के सबसे वीवीआईपी एरिया में, राष्ट्रपति भवन के फ्रंट साइड एरिया में. आगे जाने के बाद अभी आपके लेफ्ट साइड में आपको ലൈഫിൽ ഒരു പ്രാവശ്യം വന്ന് കാണണ്ടതൊക്കെ. राउंड शेप बिल्डिंग, पार्लियामेंट हाउस ऑफ इंडिया, संसद भवन. कमिंग ऑन योर लेफ्ट. यही वो जगह है जहाँ पर हमारे देश ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് മുതലായിട്ടാ बैठकर बड़े प्यार से एक दूसरों को समझाते हैं. ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും വളരെ സ്നേഹം കൊണ്ട് ചെയ്യുന്നത്. यहाँ पे होती है ജൂത്തെ ചെപ്പടക്കി पार्लियामेंट हाउस ऑफ इंडिया. ആള് കുറെ കോമഡി അടിക്കുന്നുണ്ടാ. सेकंड राइट बिल्डिंग न्यू पार्लियामेंट. दोनों पार्लियामेंट साथ में है. ये पहली राउंड से बिल्डिंग ओल्ड पार्लियामेंट, सेकंड राइट बिल्डिंग न्यू पार्लियामेंट. ഇത് ആ വട്ടത്തിൽ വെക്കുന്നത് ഓൾഡും പിന്നെ മറ്റേ ഷേപ്പിലുള്ളത് ന്യൂ ആയിട്ടുള്ള നമ്മുടെ പാർലമെന്റ് ബിൽഡിങ്ങുകളാണ്. अभी हम लोग ट्राई कर रहे हैं बस को रोकने के लिए. ये बस अभी आपको ड्रॉप करेगा, रिटर्न चला जाएगा. 10-15 मिनट के बाद में आपको लेने के लिए आएगा. हाँ 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 नो लेफ्ट
नो राइट। मैं रिक्वेस्ट कर रहा हूँ, देखिए मेरे को अगर आप कोऑपरेट करेंगे तो मैं उतना। ഇപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞ പോലെ നമ്മുടെ പുതിയ പാർലമെൻറ്റ് ഹൗസും പഴയ പാർലമെൻറ്റ് ഹൗസും അതുപോലെ മോദിജിയുടെ പിന്നെ ഓഫീസ്. മോദിജി എന്ന് പറയാൻ പറ്റില്ല കേട്ടാ, ഏത് പ്രധാനമന്ത്രിയാണോ അയാളുടെ ഓഫീസ്. മോദിജി എന്ന് മാത്രം പറയാൻ പറ്റില്ല. അപ്പോൾ ഇയാളൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇവിടെ ചവിട്ടി തന്നിട്ടുണ്ട് വണ്ടി. പെട്ടെന്ന് ആയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഓടിപ്പിക്കുന്ന ആൾ പറയണത്. എന്തായാലും നമുക്ക് പോവാം. ഇത് നമ്മുടെ ഓൾഡ് പാർലമെന്റ് ഈ റൗണ്ടിലുള്ളത്. ഇപ്പുറത്ത് നമ്മുടെ അശോക സ്തംഭമായിട്ടിരിക്കുന്നത് കാണാനുണ്ടാവാമോ? ഞാൻ ഒന്ന് സൂം ചെയ്ത് തരാം. കണ്ട അശോക സ്തംഭമായിട്ടിരിക്കുന്നത് നമ്മുടെ പുതിയ പാർലമെന്റ് ഹൗസ്. ഇതാ പഴയ റൗണ്ട് ഉള്ളത്. अच्छा, अभी आपके लेफ्ट साइड में राष्ट्रपति भवन के 2 बड़े कमर्शियल ब्लॉक हैं। पहली बिल्डिंग है साउथ ब्लॉक, हमारे देश के प्राइम मिनिस्टर पीएम मोदी जी का ऑफिस है। सेकंड जो बिल्डिंग है ये है नॉर्थ ब्लॉक, होम मिनिस्टर अमित शाह का ऑफिस। आपके ठीक फ्रंट में ये है ओल्ड पार्लियामेंट हाउस, पुराना संसद भवन। सेकंड जो बिल्डिंग है ये है सेंट्रल विस्टा न्यू पार्लियामेंट। उसी के बाजू में रेड कलर बिल्डिंग आप लोग देख रहे हैं मिनिस्ट्री ऑफ रेलवे। सेकंड जो पिंक कलर बिल्डिंग है मिनिस्ट्री പിന്നെ രാഷ്ട്രപതി ഭവനും പിന്നെ മോദിജിയുടെ ഓഫീസും അതുപോലെ തന്നെ നമ്മുടെ രണ്ട് പാർലമെന്റ് ഹൗസുകളും കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയിലാണ്. അതെ, ഇവരൊക്കെ നമ്മുടെ ഫാൻസാണ്. ശരി, പിന്നെ അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് കാണാം. നമ്മുടെ അടുത്തൊരു സിനിമ നടി കൂടി ഉണ്ട്. നമ്മുടെ സിനിമ നടിയാണ്. ഹായ് ഗായ്സ്. ഇപ്പം ഈ കാണുന്നതാണ് വായുസേനൻ്റെ ഹെഡ് ക്വാർട്ടർ, വായുസേന മുഖ്യാലയം എന്ന് എഴുതിയിരിക്കുന്നത്. लेफ्ट अगेन मिनिस्ट्री ऑफ टेक्सटाइल, उद्योग भवन। ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഉദ്യോഗ് ഭവൻ. ഉദ്യോഗസ്ഥരുടെയൊക്കെ മെയിൻ ഹെഡ് ക്വാർട്ടർ ആണെന്ന് തോന്നുന്നു. ഉദ്യോഗ് ഭവന്റെ ഹിന്ദിനെ തപ്പിയെടുത്തിട്ട് വേണം. മൗലാന ആസാദ് റോഡാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ. ഡൽഹിയിലെ രാജവീതിയിലൂടെയാണ് നമ്മുടെ യാത്ര. അടുത്ത ഇനിയിപ്പോൾ ഏതാണ് അവസരം വരാൻ പോണേ? देखिए अभी हम लोग आप लोगों को हमारे टूर का एक एक्स्ट्रा म्यूजियम विजिट करा रहे हैं। उसके सेकंड प्राइम मिनिस्टर ഇപ്പം നമ്മൾ കാണാൻ പോണത് जी का बंगला ലാൽ ബഹദൂർ ശാസ്ത്രീന്റെ ബിൽഡിംഗ് ആണ് കാണിക്കാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അവിടെ ഇവിടെ ഒന്ന് പോയിട്ട് വരാം. लाल बहादुर शास्त्री जी की वो पर्सनल कार है जो लाल बहादुर शास्त्री जी अपने उस पीरियड में अपने उस जमाने में चलाया करते थे। അദ്ദേഹത്തിന്റെ കാറൊക്കെ അതിനകത്ത് ഉണ്ടെന്നാണ് പറയണത്. 6 नंबर കാറിന്റെ നമ്പറൊക്കെ പറഞ്ഞിരുന്നുണ്ട്. शास्त्री जी ने जब खरीदा था तो उस कार को लेने के लिए उन्होंने बैंक से लोन लिया था। അച്ഛാ, ആ കാർ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട്. 11:45 डिपार्चर। ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ മ്യൂസിയം. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് നമുക്കൊന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കണ്ടുവരാം. നമ്മളിത് ഇന്ദിരാഗാന്ധിജിയുടെ മ്യൂസിയത്തിലേക്കാണ് കയറാൻ പോകുന്നത്. ഇവിടെ ക്യാമറ അലൗഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് ലേഡീസിന്, ഇത് ജെൻസിന്. ഓക്കെ, ഞാൻ വരി നിൽക്കുകയാണ് എന്തായാലും. അങ്ങനെ നമ്മളിത് ഇന്ദിരാഗാന്ധിജിയുടെ മ്യൂസിയത്തിലേക്കുള്ള യാത്രയിലാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കാണാം. കൂടെ കുറേ ഹിന്ദിക്കാരുണ്ട്. അതുകൊണ്ട് പിന്നെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇതപ്പോൾ കയറി ചെല്ലുന്ന ഭാഗമാണ്. ഇതിലെന്ത് എഴുതിയിരിക്കുന്നത്? ഹിന്ദി. ഇന്ദിരാഗാന്ധിജി മറ്റേ വീട്ടിലേക്ക് കടന്നു വരുന്നൊരു ഫോട്ടോ. അവരെ വെടി വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ വന്നിട്ടുള്ളതാണ്, ഓരോ ഭാഷകളിലുള്ള ന്യൂസുകൾ. അതായത് നമ്മുടെ മാതൃഭൂമിയിൽ വന്ന ന്യൂസും കാണിക്കുന്നുണ്ട്. ബാക്കി ഇത് പാകിസ്ഥാൻ ടൈംസ്, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്ന ന്യൂസുകൂടെ കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു വേറെ ഫോട്ടോ.
സ്റ്റോൺ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കൺട്രി, പല രാജ്യങ്ങളിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ള അവരുടെ സാധനങ്ങൾ. അവരുടെ പല ഫോട്ടോസും കളക്ഷൻസും ഇന്ദിരാഗാന്ധിജിയുടെ, അവരെ പറ്റി മാതൃഭൂമിയിലും നമ്മുടെ മാതൃഭൂമിയിലൊക്കെ വന്നിട്ടുള്ള ഫോട്ടോസ്, ഇന്ദിരാഗാന്ധിജി തോറ്റ ഒരു സംഭവം, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ദിരാഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പല ന്യൂസുകൾ. ശ്രദ്ധിക്കേണ്ട കാര്യം പാകിസ്ഥാൻ ടൈംസും പാകിസ്ഥാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ടൈംസ് ഓഫ് ഇന്ത്യ, പാകിസ്ഥാൻ, ആജ്, ഈ സ്ഥലങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവരുടെ പേഴ്സണൽ തിങ്സും അവരുടെ ഓഫീസ് റൂമൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് ഇതൊക്കെ. അല്ല അവരുടെ പേഴ്സണൽ തിങ്സാണ് ഇതെല്ലാം. സാരിയും അതൊക്കെ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ, ഡ്രസ്സിങ് റൂമായിരിക്കാം. അതുപോലെ തന്നെ ഇതുണ്ട് അവരുടെ ലൈബ്രറി, പേഴ്സണൽ ലൈബ്രറി, അവരുടെ റിക്രിയേഷൻ റൂം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പം രാജീവ് ഗാന്ധിയുടെ മെമ്മറീസൊക്കെയാണ് തോന്നുന്നത്, അവരുടെ മക്കളുടെ. കണ്ടാ രാജീവ് ഗാന്ധി ഇതെന്താണെന്ന് വായിച്ചു നോക്കട്ടെ. ഖാദി കുർത്ത ആൻഡ് ഗാന്ധി, രാഹുൽ ഗാന്ധി വെയർ ചെയ്തിട്ടുള്ള ഖാദിയുടെ കുർത്തിയും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ. ഇതെല്ലാം രാജീവ് ഗാന്ധിയുടെ സാധനങ്ങളാണ്. അദ്ദേഹം യൂസ് ചെയ്ത പെന്ന്, മാർക്കർ, ആളുടെ പിന്നെ സൺഗ്ലാസ്, ബാഗ്, എമർജൻസി, അതുപോലുള്ള ഐറ്റംസാണ് ഈ റൂമിലെല്ലാം കാണിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ കുറേ സാധനങ്ങളാണ്. രാജീവ് ഗാന്ധിയുടെ അവസാന സമയത്തെ കാര്യങ്ങളാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സമയത്തുണ്ടായിരുന്ന ആ ഡ്രസ്സും, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇതാണ് ഡ്രസ്സ്, അന്ന് അവസാനമായിട്ട് അദ്ദേഹം ധരിച്ചിരുന്ന ഡ്രസ്സ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഷൂസ്, സോക്സ്. ഒരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. നമ്മളിപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ തിങ്സ് കണ്ട പോലെ ഇത് രാജീവ് ഗാന്ധിയുടെ ബെഡ്റൂം. ഒരു മിനിറ്റ് കേട്ടോ, ഒരു തെറ്റുണ്ട്. ഇതാ നമ്മളിതിൻ്റെ വീതിയിലൂടെ, ഇതാ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ നടവരി ഉണ്ടല്ലോ, അതിൽ നടന്നു വന്നത് ആ ബ്ലാക്ക് ഗ്ലാസ് കാണുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് സർദാർജി പിന്നെ ഇന്ദിരാഗാന്ധിനെ ഷൂട്ട് ചെയ്യുന്നതും. അത് പതുക്കെ നടന്നു വന്ന് ഇവിടെ വന്നിട്ടാണ് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ അവസാന നിമിഷങ്ങൾ ഇവിടെയായിരുന്നു. ഇത് എൻ്റെ പുറകിലായി കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ്, വാർ മെമ്മോറിയൽ എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് അങ്ങോട്ട് നേരെ റോഡ് ക്രോസ് ചെയ്ത് പോകാൻ കഴിയില്ല. അപ്പോൾ നമുക്കിങ്ങനെ അണ്ടർ പാസേജ് കൂടിയിട്ട് വേണം ആ റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, ഓരോന്നും ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ ഫോട്ടോസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അതുപോലെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ കണ്ട് നമുക്ക് ഇതൊക്കെ പോവാം. അതെ, നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നോടി ഇതാ ഇന്ത്യ ഗേറ്റിൻ്റെ ഭാഗങ്ങൾ. നമ്മൾ ആ ബസ് പോകുന്നില്ലേ, ആ വഴിയിൽ നിന്നാണ് അണ്ടർ പാസേജ് വഴി നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിയത്. റോഡ് ക്രോസ് ചെയ്യാൻ കഴിയില്ല. ഇതാ ഇന്ത്യ ഗേറ്റ്. വാവ്, എന്തായാലും വാർ മെമ്മോറിയൽ ഇന്ത്യ ഗേറ്റ് കണ്ടില്ലേ, എന്ത് ഭംഗിയാണ്. ഇതൊക്കെ ഒന്നും മിസ് ചെയ്യാൻ പാടില്ല ശരിക്കും ലൈഫിൽ.
ഇനി ഇവിടുന്ന് പിന്നെ നമുക്ക് ഇനി അടുത്ത് പോകാനായിട്ടുള്ള കുത്തം മീനാറാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് കുത്തം മീനാറിലേക്ക് എത്താം. ഓക്കെ, അപ്പം ഇനി കുത്തം മീനാർ വെച്ച് കാണാം. ബൈ. നമ്മൾ എയിംസിൻ്റെ അതിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ്, ദില്ലി എയിംസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിവിടുന്ന് നേരെ ഇനി കുത്തം മീനാറിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു എയിംസ് ഓൾ इंडिया इंस्टीट्यूट ऑफ मेडिकल साइंस. പ്രൈവറ്റ് വാർഡ് എന്നൊക്കെ പറഞ്ഞത് ആ ഒരു ബിൽഡിംഗ് കാണിക്കുന്നത് ഓർത്തോപീഡിക് സയൻസ് എല്ലാം ഉണ്ട്. എയിംസ് അല്ലേ എന്ന് കേരളത്തിലേക്ക് എയിംസ് എന്ന് വരാവോ അല്ലേ? നമസ്കാരം. നമ്മളിപ്പോഴേ കുത്തം മീനാറിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കുത്തം മീനാറിൽ വരി നിന്ന് ടോക്കൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സമയം എടുക്കും. നേരെ മറിച്ച് നമുക്ക് ഇതിൻ്റെ ഓൺലൈനിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ 35 രൂപയുള്ള ഒരാൾക്ക്, ഇന്ത്യക്കാരന്. ഫോറിനർക്കാണെങ്കിൽ 600 രൂപ. അങ്ങനെ അത് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുത്തം മീനാറിലേക്ക്. ഇനിയിപ്പം നേരെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം. ഓക്കെ. കുത്തം മീനാർ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു നിസ്സാര സംഭവമല്ല കേട്ടത്. ഇത് ലോകത്തിൽ തന്നെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ നിർമ്മിതിയാണെന്ന് പറയപ്പെടുന്നത്. ഒരു ഒന്നൊന്നര സാധനം തന്നെ കേട്ടോ കാണാനായിട്ട്. എന്തായാലും ഇതൊരു ഷോപ്പിംഗ് ഒരു സമുച്ചയമാണ്. കുത്തം മീനാറായിട്ട് ജസ്റ്റ് അതിൻ്റെ മിനാരം മാത്രമല്ല, അതല്ലാതെ കുറേ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളല്ല, വലിയ ബിൽഡിങ്ങുകൾ. പക്ഷേ ചിലത് പണി പൂർത്തിയായി, ചിലത് പൂർത്തിയാവാതെ നിൽക്കുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ അതിൻ്റെ ബിൽഡിങ്ങുകൾ, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ബിൽഡിങ്ങുകളാണ്. പിന്നെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നിർമ്മിച്ചത് 1199 ഡൽഹിയിൽ സുൽത്താനായിട്ടുള്ള കുത്തബ് ബിൻ ഐബക്ക് എന്ന് പറഞ്ഞ ആളാണ്. വായിലൊന്നും പേര് വരുന്നില്ല. ആളാണ് ഇതിൻ്റെ തുടക്കട്ടത്. പക്ഷേ ഇതിൻ്റെ ഒരു പണി ഏകദേശം പൂർത്തിയാവാനായിട്ട് 1229 വരെ വേണ്ടി വന്നു. അത് കംപ്ലീറ്റ് ചെയ്തത് എന്തിട്ടാന്നുള്ള പേര് ഇബിൽത്തുമിഷ് എന്ന് പറഞ്ഞ ആളാണ്. ദൈവത്തിനറിയാം അതൊക്കെ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്. പിന്നെ ഇതിനെ പറ്റി പറയുമ്പോൾ ഇത് യുനെസ്കോയിൽ പിന്നെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് 72.5 മീറ്റർ ഹൈറ്റ് ഉള്ളതിന്. പിന്നെ ഇതിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെപ്സ് 399 സ്റ്റെപ്പാണ് ഇതിൻ്റെ ഹൈറ്റിലേക്ക് ഏറ്റവും ടോപ്പിൽ പോകാനായിട്ട്. പിന്നെ അതിൻ്റെ ടോപ്പിൽ ആ വ്യാസം ഉണ്ടാവില്ലേ, ആ വട്ടം, അത് വന്നിട്ട് 2.75 മീറ്ററാണ്. ഇത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് പറയണതാണ് കേട്ടോ. അല്ലാണ്ട് എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ആയിട്ട് പറയണതൊന്നുമല്ല. പിന്നെ ഇത് മുസ്ലിം വാസ്തുശില്പയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. നമ്മുടെ ഇറാനിലും അതുപോലെ തന്നെ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ, പേർഷ്യ തന്നെയാണ് ഇറാൻ, തുർക്കി, ഇവിടെയൊക്കെ കാണപ്പെടുന്ന ആ ഒരു മുസ്ലിം വാസ്തു വിദ്യകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഉദാഹരണം. അത് കണ്ട ഈ തൂണൊക്കെ കണ്ട, ഈ തൂണിലൊക്കെ നല്ല പണികളുണ്ട്. ഇതെങ്ങനെയാണ് അന്നത്തെ കാലത്ത് ആൾക്കാർ ചെയ്തു വെച്ചിട്ടുള്ളത്, എല്ലാം ഒരുപോലെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സാധനം കണ്ട, ഇതാണ് ദർവാസ. അലാവുദ്ദീൻ ഖിൽജിയാണ് ഈ ദർവാസ പണിത്, അലൈ ദർവാസ. പക്ഷേ ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയില്ല. അത് കംപ്ലീറ്റ് ആവാതെ പാതി വഴിയിൽ നിന്നു. ഇത് കാണേണ്ട ഒരു അസാധ്യ സാധനം തന്നെ കേട്ടോ. ലൈഫിൽ മിസ് ചെയ്യാതെ മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു സാധനം അത്. അതുപോലെ ഞങ്ങളിവിടെ നടന്ന് ശരിക്കും കുത്തബ് മീനാർ അധികം നടന്ന് കാണാനില്ല. പക്ഷെ നമ്മൾ ഇത് കണ്ട, ഈ വാസ്തുപണികളൊക്കെ കണ്ട, ഈ കൊത്തുപണികളൊക്കെ ഇതേപോലെ കുത്തബ് മീനാറിൽ ഇതുപോലെ കൊത്തി വെച്ചിട്ടുള്ള മുസ്ലിം ലെറ്ററുകളുണ്ട്. മുസ്ലിം ലെറ്റർ നല്ല അറബി ലെറ്റർ.
ആ സ്ക്രിപ്റ്റൊക്കെ നല്ല രീതിയിൽ കൊത്തിയത് കണ്ട പണി നോക്കിയതിൻ്റെ ഇത് മറ്റേ ദർവാസയിലുള്ള പണിയാണ് കേട്ടോ. ഒരു 1.5 സാധനമായിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പതുക്കെ നീങ്ങി ഇതിപ്പോൾ മറ്റേ ദർവാസയുടെ സൈഡിൽ പോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിലേ ഒരു സ്മാരകം കണ്ടു. സ്മാരകം എന്നല്ല, ഒരു നമ്മൾ ശവകുടീരം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലേ, അതിപ്പോൾ എത്തിട്ടോ നമ്മൾ. ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ആ ശവകുടീരം എന്ന് ഇങ്ങനെ പറയാൻ കാരണം. നടന്ന് ഇപ്പോൾ എത്തും. അത് അതിൻ്റെ ഉള്ളിലെ സാധനം അത് കണ്ടിട്ട് വരാം. ഇതിൻ്റെ ഉള്ളിലാണ് മറ്റേ നമ്മുടെ ശവകുടീരമുള്ളത്. അതാരുടെയാണെന്ന് ഞാൻ നോക്കിയിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിലിടാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. എനിക്കറിയില്ല കേട്ടോ അത് ആരുടെയാന്ന്. ഈ കാണുന്ന സാധനം ഏതോ ഒരു വലിയ മനുഷ്യൻ്റെ. അതേപോലെ ഈ സാധനം, ഈ കുത്തപ്പീനാറ് പണി ചെയ്തിട്ട് പണിയുടെ ഇടയിലൊക്കെ അപകടങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. മിന്നലടിക്കലും, കാരണം ഇത്രയും വലിയ സമുച്ചയല്ലേ. ഇത് വേറൊരു സാധനം, ഇതും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഏതൊരു കോംപ്ലക്സ് തന്നെ ഇതുപോലെ പണിതിട്ട് അത് കംപ്ലീറ്റ് ആവാതെ നിൽക്കുന്നതാണ്. ഇതിനെ പറ്റി വ്യക്തമായിട്ട് എനിക്ക് ഡീറ്റെയിൽ കിട്ടിയില്ല. അതേപോലെ അറിയാവുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യാം കേട്ടോ അടിയിൽ. ഇത് 1368 ഇത് കംപ്ലൈൻറ്റ് വന്നിട്ട് രണ്ടാമത് പുതുക്കി പണിതിട്ടൊക്കെ ഫിറോസ് ഷാ തുഗ്ലക്കൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഈ വഴി കൂടെ തിരിച്ച് പുറത്തിറങ്ങാം. നമ്മുടെ ടൂർ വന്നിട്ടുള്ള ബസ് അതിൻ്റെ പാർക്കിങ്ങിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ബസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഭയങ്കര ചെക്കിങ് കേട്ടോ, അതൊന്നും പറയാതെ വയ്യ. പട്ടാളക്കാരല്ല, CSFകാർ, അവരിങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ ലോട്ടസ് ടെമ്പിളാണ്. അപ്പോൾ അതിലേക്ക് ലക്ഷ്യം വെച്ചിട്ട് നമ്മളിങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളതാണ് ലോട്ടസ് ടെമ്പിൾ. ലോട്ടസ് ടെമ്പിളിലേക്കുള്ള പ്രവേശന കവാടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇതാണ് ലോട്ടസ് ടെമ്പിൾ. ഇതിൽ പേരിൽ മാത്രം ടെമ്പിൾ എന്നുള്ളൂ. ഇതിലൊരു ദൈവത്തിൻ്റെയും അങ്ങനെ ഒരു ആരാധനാമൂർത്തികളൊന്നുമില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പോയിരുന്ന് പിന്നെ മെഡിറ്റേഷൻ നടത്താൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലുള്ള ഹാളിൽ മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ളത് മാത്രമായതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ തിരിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ രാജ്ഘട്ടിലേക്ക് എത്തി. നമുക്കെല്ലാവർക്കും അറിയാലോ രാജ്ഘട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഗാന്ധിജീനെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഉള്ളിലേക്ക് നടന്ന് ചെരുപ്പാതി ഊരി വെച്ചു. ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്ഘട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാജ്ഘട്ട് കുറച്ച് ദൂരത്തിലാണ്, കുറച്ച് നടക്കാനുണ്ട്. ചെരുപ്പിടാൻ കഴിയില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ രാജ്ഘട്ടിലേക്ക് ഗാന്ധിജി സമാധിയുടെ അടുത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തും. അവിടെ ഉള്ളൊരു പ്രത്യേകത, അവിടെ ആ കത്തുന്ന തീ അതൊരിക്കലും അണയാറില്ല. എനി ടൈം അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഗാന്ധിജീനെ പിന്നെ അടക്കിയിരിക്കുന്ന സ്ഥലത്തുള്ള ആ തീ അണയാതെ എപ്പോഴും ഗാന്ധിജീനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് പോയി കാണുമ്പോൾ അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗാന്ധിജിയുടെ രാജ്ഘട്ടിലുള്ള ആ പാവന സ്മരണ. അങ്ങനെ ഒരു ദിവസത്തെ ഡൽഹി യാത്ര കഴിഞ്ഞ് നമ്മൾ ഡൽഹിയിലെ ഫുൾ സ്ഥലങ്ങൾ സന്ദർശിക്കാമെന്ന് വിചാരിച്ച പോയത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു നമ്മുടെ ലാൽ കില. പക്ഷെ അവിടെ ഇന്ന് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ലാൽ കില കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ നേരെ റൂമിൽ വന്ന് റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തോടെ ഡൽഹിയിലെ അധ്യായം അവസാനിച്ചു. താങ്ക് യു.